ഒരു സാധാരണക്കാരനായ ഒരാൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ കയ്യുറപ്പുകാരനെ നേരിടാനായി അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഠിനമായി പരിശീലിച്ചു. എല്ലാ ദിവസവും സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അയാൾ കാറുകൾ വലിച്ചും രാത്രി 1000 തവണ ഡംബെല്ലുകൾ ഉയർത്തിയും തന്റെ ശരീരത്തെ കരുത്തു വർദ്ധിപ്പിച്ചു. എതിരാളിയായ ചാമ്പ്യൻ ഓരോ മത്സരത്തിലും ഒരു ഇഷ്ടിക അടുത്തു വെക്കുകയും തോൽക്കുന്നവരുടെ കൈകൾ ഒടിക്കുകയും ചെയ്തിരുന്നു. ഈ മനുഷ്യൻ മത്സരത്തിന് വരുന്നതറിഞ്ഞപ്പോൾ ചാമ്പ്യൻ രഹസ്യമായി നിരോധിത മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ടും നമ്മുടെ നായകന്റെ കഠിനാധ്വാനം വെറുതെയായില്ല. അയാൾക്ക് ഒരു കൈകൊണ്ടുപോലും കാർ വലിക്കാൻ കഴിയുന്നത്ര ശക്തനായി മാറിയിരുന്നു. മത്സര ദിവസമെത്തി. ആദ്യ റൗണ്ടിൽ അയാൾ തോറ്റെങ്കിലും റഫറി എതിരാളിക്ക് ഫൗൾ വിളിച്ചു. റീമാച്ചിൽ അയാൾ തന്റെ ശക്തി കാണിച്ച് വിജയിച്ചു. കൈക്ക് വേദനയുണ്ടായിട്ടും അമേരിക്കയിൽ നിന്നുള്ള അടുത്ത എതിരാളിയെയും പൂർണ്ണ ശക്തിയോടെ നേരിട്ട് അയാൾ വീണ്ടും വിജയിച്ചു. സെമിഫൈനലിൽ മുൻ ചാമ്പ്യനായിരുന്നു എതിരാളി. മത്സരം കടുപ്പമായിരുന്നു. കൈകൾ കെട്ടിയിരുന്ന ബെൽറ്റ് പോലും പൊട്ടിപ്പോയി. അടുത്ത റൗണ്ട് തുടങ്ങാൻ നേരം ഗ്യാലറിയിൽ നിന്ന് അനന്തരവരുടെയും അനന്തരവളുടെയും പ്രോത്സാഹന ശബ്ദം കേട്ട് അയാൾക്ക് പുതിയ ഊർജം ലഭിച്ചു. ഏറെ നേരം ഇരു കൂട്ടരും തുല്യശക്തിയോടെ പിടിച്ചുനിന്നു. ഒരു നിമിഷം ചാമ്പ്യന് ബാലൻസ് തെറ്റിയപ്പോൾ കാർ വലിച്ചുള്ള തന്റെ പരിശീലനം ഉപയോഗിച്ച് അയാൾ ചാമ്പ്യനെ മലർത്തിയടിച്ച് വിജയിച്ചു. ഇനി അവസാന മത്സരം ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യനുമായി. സ്റ്റേജിലേക്ക് കടന്നുവരുമ്പോൾ അനന്തരവരും അനന്തരവളും അയാളുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ഉയർത്തിക്കാട്ടി പ്രോത്സാഹിപ്പിച്ചു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കൈ കൊടുക്കാൻ ചാമ്പ്യൻ വിസമ്മതിച്ചു. മത്സരം തുടങ്ങിയപ്പോൾ നമ്മുടെ നായകൻ തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചു. പക്ഷേ ചാമ്പ്യൻ തന്ത്രപരമായി അയാളുടെ തള്ളവിരലിന് പരിക്കേൽപ്പിച്ചു. അടുത്ത റൗണ്ടിൽ ചാമ്പ്യൻ വലിയ മുന്നേറ്റം നേടി. നായകൻ ക്ഷീണിതനായി തോൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയാളുടെ സഹോദരി സ്റ്റേഡിയത്തിലെത്തിയത്. പൂർണ്ണമായി തളർന്നിരുന്ന അയാൾ കുടുംബം തനിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ താൻ ഒറ്റക്കല്ലെന്ന് തിരിച്ചറിഞ്ഞു. ആ നിമിഷം അയാൾ എല്ലാ ശക്തിയും സംഭരിച്ചു പോരാടി. ചാമ്പ്യൻ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രവാഹം. വേദന സഹിച്ച് പല്ല് കടിച്ച് ഉറക്കെ അലറി വിളിച്ച് അയാൾ ഒടുവിൽ വിജയിച്ചു. വിജയാഘോഷത്തിൽ അയാൾ സഹോദരിയെയും അനന്തരവനെയും അനന്തരവളെയും കെട്ടിപ്പിടിച്ച് ട്രോഫി ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും കാണിച്ചു.